ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ലഞ്ച് മെനു, വളരെ എളുപ്പത്തിലൊരു ലഞ്ച് മെനു ഉണ്ടാക്കിയാലോ? നമുക്ക് മീൻ വെച്ചിട്ട് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കാട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ട്രോളിങ് നിരോധനമൊക്കെ അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 1.5 മണിക്കൂറോളം സ്റ്റാർ മാർക്കറ്റിൽ ക്യൂ നിന്നിട്ട് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു മീൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇവിടെ ഓൺലൈൻ ആപ്സൊക്കെ വഴി നമുക്കിപ്പോൾ 1 മണിക്കൂറിനുള്ളിലൊക്കെ മീൻ ഒരു ഡെലിവറി ഒക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഈ ട്രോളിങ് നിരോധനം ആ ഒരു സമയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര ഫ്രഷ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നേരിട്ട് കണ്ട് വാങ്ങിക്കുന്നതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക. നല്ല വലിയ അയിലയായിരുന്നു. ഞാനിത് മുറിച്ചെടുക്കുകയാണ്. ഇതുപോലെ മുറിച്ചെടുക്കുക. പിന്നെ മത്തി ഫ്രോസൺ ആയിട്ടിരിക്കണം, നല്ല ഐസായിട്ടിരിക്കണം. അത് ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ മീനൊക്കെ കഴിക്കണേന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ. കർക്കിടക മാസമാണ്, രാമായണ മാസമാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യാറൊന്നുമില്ല കേട്ടോ. നോൺ വെജൊക്കെ കൂടുതൽ പൊതുവെ കഴിക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും അനുപൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വെജിറ്റേറിയൻ മാത്രം കഴിക്കുക കർക്കിടക മാസത്തിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാരണ പറയാറൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ, പക്ഷേ നടക്കാറില്ല എന്ന് മാത്രം. അപ്പോൾ അതേ മീനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഇത് കാണുമ്പോൾ കുറച്ച് പേരുടെയെങ്കിലും നെറ്റി ചുളിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അപ്പോൾ അതേ ഞാൻ കുറച്ച് നാളികേരൊക്കെ അതിനിടയിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മുറിച്ചെടുത്ത മീനൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കറിയൊക്കെ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴല്ല അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം നന്നായിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴാണ് ആ ഒരു മീൻകറിയൊക്കെ തന്നെ ആവുന്നത് അല്ലേ. പല കറികളിലും പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും സാമ്പാർ അല്ലെങ്കിൽ മീൻകറി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുക. വേറെ ഏത് എണ്ണയിൽ ഉണ്ടാക്കിയാലും നമ്മൾ ആ ഒരു കഴിച്ച് ശീലിച്ച ആ ഒരു ടേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല. നാടൻ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് കൈവച്ചിനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരപ്പാലിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാളികേരൊക്കെ ഒന്ന് കൊത്തിയെടുക്കുന്നുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടികൾ എല്ലാം തന്നെ കഴിയാലോ. ചേരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു ലഞ്ച് മെനുവാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണത്. മാങ്ങയും നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് അരഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇഞ്ചി അതുപോലെ ചെറിയുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അനുപണ്ണാണെങ്കിൽ വീട്ടിലുണ്ട്, അനുപണ്ണ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ആ ഒരു സമയത്ത് മിക്സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ഡിസ്റ്റർബൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഉള്ളി അതുപോലെ ഇഞ്ചി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒരു 5 6 ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ അയില എടുത്തിട്ടുണ്ട് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എരിവിനനുസരിച്ച് ഇവിടെ പിന്നെ പൊതുവേ ഭയങ്കര സ്പൈസി ആയിട്ടൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് അതുപോലെ കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നാളികേരൊക്കെ ഒന്ന് പാലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതായത് 1-ാം പാല് വേറെ 2-ാം പാല് വേറെ ആ ഒരു രീതിയിൽ നമുക്ക് മാറ്റി അങ്ങോട്ട് വെക്കാം കേട്ടോ. ഞാനൊരു 3/4 നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. വലിയ നാളികേരമായിരുന്നു, അതാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നാളികേരം ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് ആ ഒരു നാളികേര പാലിന് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. അപ്പോൾ അത് ബാക്കിയുള്ള നാളികേരപ്പാൽ 2-ാം പാലും ഒക്കെ നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് 2-ാം പാലും ഒന്നും കൂടി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു മീൻ കഷ്ണങ്ങളൊന്നും മുങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴായിരിക്കും വെന്ത ആ ഒരു നാളികേരപ്പാലൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ച് നന്നായിട്ട് വരിക. അപ്പോഴേക്കും നമ്മുടെ മത്തിയുടെ ഐസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്കത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ വരഞ്ഞെടുക്കാം. നമുക്കത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ചാളാന്നാണ് കേട്ടോ പറയുക. ശരിക്കും പറഞ്ഞാൽ മത്തിയും ചാളയും രണ്ടാണ്, വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ രണ്ടിനും കൂടെ ചാളാന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ വരഞ്ഞെടുത്ത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചക്കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് അരച്ചിട്ട് ഈ ഒരു മത്തി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇവിടെ ഇപ്പോൾ പച്ചക്കുരുമുളകൊന്നും ഇല്ലാത്തത് കാരണം നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി, നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന സംഭവങ്ങൾ തന്നെ ഞാനിത് മത്തി ആയതുകൊണ്ട് ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ.
ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മീനൊക്കെ അതിൽ നന്നായിട്ട് പുരട്ടി, സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ തലേദിവസമൊക്കെ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഞാനിതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം അതൊന്നും ചെയ്തില്ല. ഈ ഒരു മത്തിയിലാണെന്നുണ്ടെങ്കിൽ നല്ല പലിഞ്ഞീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, കുറേ പലിഞ്ഞും കിട്ടി. മത്തിയിലും ഉണ്ടായിരുന്നു, അയിലയിലും ഉണ്ടായിരുന്നു. ഈ ഒരു ട്രോളിങ് നിരോധനം ആ ഒരു സമയത്താണല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു പലിഞ്ഞീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ശരിക്കും മീനെ പിടിക്കാൻ പാടില്ല എന്നല്ലേ പറയാം. അപ്പോൾ ഞാൻ ആ പലിഞ്ഞീനും മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. പലിഞ്ഞീന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. പക്ഷെ കഴിക്കാത്തവർ കഴിക്കുകയില്ല. പലരും മീൻ ക്ലീൻ ചെയ്യുമ്പോൾ കളയുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു മീൻകറി ഒന്ന് തിളച്ച് വന്നു. അതിലേക്ക് ഞാൻ മാങ്ങയാണ് ഇട്ട് കൊടുക്കണത്. ഇത് ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല കേട്ടോ. ഞാനിത് മാങ്ങ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇതിപ്പോൾ ബെങ്കിനാപ്പള്ളി ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞത് ഉടയില്ല. മീൻ കഷ്ണങ്ങളും മാങ്ങയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു വരും. പിന്നെ ഉടയാത്ത ടൈപ്പ് മാങ്ങകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നാട്ടിലൊക്കെ അങ്ങനെ പല വെറൈറ്റി മാങ്ങകളൊക്കെ അവൈലബിൾ ആണല്ലോ. പിന്നെ നമുക്കൊരു മെഴുക്ക് പുരട്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോവയ്ക്ക കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കോവയ്ക്ക അപ്പോൾ ഞാൻ വട്ടത്തിൽ കനം കുറച്ചിട്ടാണ് മുറിച്ചെടുക്കണത്. ഇവിടെ പിന്നെ അത്ര എന്താ പറയുക, തീരെ മൂക്കാത്ത കോവയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കിട്ടില്ല. കോവയ്ക്ക വാങ്ങിക്കുമ്പോൾ അതിൽ കുറേ പഴുത്തത് ഉണ്ടാവും. അത്യാവശ്യം നല്ല മൂത്ത കോവയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടുക. അങ്ങനെ കിട്ടണത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ അത് മത്തി മാരിനേറ്റ് ചെയ്ത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു പലിഞ്ഞീനും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീനിൻ്റെ മുട്ട എന്നൊക്കെ പറയും. ഇതുകൊണ്ട് തെക്ക് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ മീനിൻ്റെ മുട്ട എന്നാണ് പറയാൻ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പലിഞ്ഞീനാണ്. പിന്നെ വേറൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് കട്ടിയുള്ള നല്ല 1/4 പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് ചുറ്റിച്ചേനെ കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തതിലേക്ക് ഇനി നമുക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യത്തിന്. പിന്നെ അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്ന സമയത്ത് കോവയ്ക്ക മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് മഞ്ഞൾപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അങ്ങനെ തന്നെ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടത്. ആ ഒരു ആവിയിലിരുന്ന് തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെന്ത് വരും. എന്ത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനേക്കാളും നല്ല ടേസ്റ്റ് ഇത് തന്നെയാണ്. പിന്നെ വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് ഉള്ളി അതുപോലെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് കോവയ്ക്ക ഇളക്കി കൊടുക്കുന്നുണ്ട്. സിമ്മിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കാച്ചാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മീൻ കറിയിൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവസാനം കാച്ചുന്ന സമയത്ത് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു കളറ് കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പലിഞ്ഞീനൊക്കെ ഒന്ന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പല സംഭവങ്ങളും എഡിറ്റ് ചെയ്യണ സമയത്ത് എനിക്ക് കഴിക്കാൻ തന്നെ തോന്നാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പലിഞ്ഞീൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കത് കോരി മാറ്റാം. മീനൊന്നും കൂടി സമയം എടുക്കുമല്ലോ ഫ്രൈ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതേ മീനും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. നമ്മൾ അധികം വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ട് നല്ലൊരു വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് അതുപോലെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പിയർ എടുത്തിട്ടുണ്ട്. പിയർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് സബർജലിൻ്റെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഷേപ്പിലും ഡിഫറൻസ് തോന്നി. അപ്പോൾ കുക്കുംബർ കട്ട് ചെയ്തെടുത്തു. അതുപോലെ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റും കുക്കുംബറൊക്കെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് രണ്ട് അടി അടിച്ച് കഴിഞ്ഞാൽ കട്ടായിട്ട് വരും. അപ്പോൾ ഒന്നും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാമെന്ന് മാത്രമേ എളുപ്പത്തിൽ. പിന്നെ ഞാൻ 2 കഷ്ണം പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പുളിക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ തക്കാളി മുറിച്ചെടുക്കുക, ഒരു തക്കാളി എടുത്തു. പിന്നെ സവാള, പിയറിന് പകരം നിങ്ങൾക്ക് ആപ്പിളോ ഒക്കെ ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഗ്രീൻ ആപ്പിളോ അല്ലെങ്കിൽ ഏത് ആപ്പിൾ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. സ്വീറ്റ് ആയിട്ടുള്ള ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ.
ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാലഡിന് നല്ല അടിപൊളിയാണ്. സാലഡ് ഇഷ്ടപ്പെടാത്തൊരു പോലും കഴിച്ചു പോകുന്നത് എനിക്ക് തോന്നുന്നു. മാങ്ങ ഞാൻ 2 കഷ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ പുളി ഒരുപാട് കൂടിപ്പോവും. പിന്നെ 2 ഈന്തപ്പഴം കൂടിയും ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും. അങ്ങനെ എല്ലാ വെജിറ്റബിൾസും കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടൊന്ന് മുറിച്ചെടുക്കണം. ബദാം കയ്യിൽ വെച്ച് മുറിച്ച സമയത്ത് കൈയൊന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു പോയി. നട്ട്സൊക്കെ മുറിക്കുമ്പോൾ എപ്പോഴും കട്ടിംഗ് ബോർഡിൽ വെച്ച് മുറിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ തിരക്കിട്ടൊക്കെ മുറിക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, കൈമുറിയാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയല്ല സോറി കുരുമുളക് പൊടി, ഉപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീരൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നാരങ്ങാനീര് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം തക്കാളി മാങ്ങയൊക്കെ നമ്മൾ ചേർത്തുണ്ടല്ലോ. പിന്നെ നമുക്ക് ചോറ് കഴിക്കാം. ചോറെടുത്തു, സാലഡ് വിളമ്പി. അപ്പോൾ സാലഡിൽ എപ്പോഴും നമ്മൾ കഴിക്കുന്ന സമയത്ത് മാത്രം ഉപ്പ്, കുരുമുളക് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം അങ്ങോട്ട് പുറത്തോട്ട് വരും. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടുണ്ടാവില്ല. പിന്നെ മീൻ ഫ്രൈ ചെയ്തത്, മീനിൻ്റെ മുട്ട, അതുപോലെ മീൻകറിയൊക്കെ ഒന്നിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ നമ്മുടെ സൂപ്പർ മീൻകറിയും വിളമ്പി അതിനുശേഷം മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കോവയ്ക്ക ഇതേ റെഡി ആവുന്നുള്ളൂ. കോവയ്ക്ക ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മൂത്ത കോവയ്ക്കായിരുന്നു. അത് കാരണം അത്യാവശ്യം സമയം എടുക്കും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് വരില്ലേ. ബാക്കിയെല്ലാം റെഡി ആയിട്ടും കോവയ്ക്ക ഇപ്പോഴാണ് ഒന്ന് റെഡിയായി വന്നത്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അച്ചാറും അതുപോലെ ഒരു പപ്പടം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കടുമാങ്ങ അച്ചാറും പപ്പടവും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് മെനു റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചാലോ? അപ്പോൾ അതേ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതലുള്ളത് പലിനീരാണ്. മീനിൻ്റെ മുട്ട എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും. ഇത് വളരെ റയറായിട്ട് കിട്ടണത്തില്ല. ഇത് മത്തിയുടെയാണ് കേട്ടോ. അപ്പോൾ മത്തിയുടെ അല്ല ഏറ്റവും ടേസ്റ്റ്. പിന്നെ നമ്മുടെ നാളികേരപ്പാലും മാങ്ങയൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു മീൻകറി അടിപൊളി തന്നെയാണ്. കുറേ ദിവസമായി ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ കുറവാണ്. ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു 5 കിലോ കുറച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മത്തി ഫ്രൈ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വെയിറ്റ് കൂടാറുണ്ട്. പക്ഷെ ഇങ്ങനെ മീൻ കറി അതുപോലെ മീൻ ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ കൂടെ എനിക്ക് ചോറ് ഇഷ്ടമാണ്. നമ്മുടെ സാലഡും അടിപൊളി കേട്ടോ. ഒരു പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല സാലഡാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ ഇങ്ങനെ അവസാനിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. പിറ്റേ ദിവസം നന്ദുവിന് ചുമയൊക്കെ ആയത് കാരണം നന്ദു പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് എക്സാം ആണല്ലോ. ഇവർക്ക് മൺഡേ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ പഠിപ്പിക്കൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ മലയാളത്തിൽ പര്യായം അപ്പോൾ ഹിന്ദിയാണ് കേട്ടോ പഠിപ്പിക്കണത്. നന്ദു എന്നുണ്ടെങ്കിൽ 4ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിരവ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നു. കുറേ നാളെ ഒരു ചിരവ വാങ്ങിക്കണമെന്ന് വിചാരിക്കണം. ഞാൻ പഴയൊരു ചിരവയായിരുന്നു ഉപയോഗിക്കേണ്ടായിരുന്നത്. പണ്ട് ഗുഡ്ഗാവിൽ വെച്ച് വാങ്ങിച്ചൊരു ചിരവയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നിന്നിട്ട് ചിരവിയാകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് ചിരകണ ചെറിയ ടൈപ്പ് ചിരവയായിരുന്നു. അപ്പോൾ ചിരവ വന്നു. പിന്നെ എന്താ പറയുക, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അക്വേറിയം പ്ലാന്റ്സ് അതൊക്കെ വന്നു. ഇത് കേരളത്തിൽ നിന്ന് വരുന്നതാട്ടോ അക്വേറിയം പ്ലാന്റ്സ്. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നന്ദുവിന് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ഇതുപോലെ കൊത്തിപ്പൊരിച്ച് അല്ലെങ്കിൽ ചിക്കിപ്പൊരിച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ചേർത്തിട്ട് പിന്നെ കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നതിന് ശേഷമാണ് കേട്ടോ സവാള ചേർത്തത്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ നമ്മുടെ ക്യാബേജ് മുറിച്ചതും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറികളെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകാത്ത, ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് തന്നെ വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ടയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്.
പിന്നെ നമ്മുടെ ബാൽക്കണിയിലുണ്ടായ സ്പ്രിംഗ് ഒണിയനാണ് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ പോയി വന്നപ്പോൾ സവോള ചീഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചീഞ്ഞ സവോള ഞാൻ ബാൽക്കണിയിൽ ചട്ടിയിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിരുന്നു കേട്ടോ സ്പ്രിംഗ് ഒണിയൻ. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴേ, അതായത് സ്പ്രിംഗ് ഒണിയനൊക്കെ വീട്ടിൽ നട്ട് വളർത്തിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും. പിന്നെ വിഷമില്ലാത്ത പച്ചക്കറികളും അല്ലെങ്കിൽ വിഷമില്ലാത്ത ലീഫി വെജിറ്റബിൾസൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. നന്ദുവിന് പഴംപൊരിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കലും കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെ ടേസ്റ്റ്, 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്കും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. നന്ദുവിനാണ് പഴംപൊരി ഇഷ്ടം, ചൂച്ചയാണെന്നുണ്ടെങ്കിൽ പഴംപൊരി തിന്നില്ല. അപ്പോൾ ചൂച്ചയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയി. അപ്പോൾ നന്ദും ഞാനും കൂടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് ഒന്ന് ചില്ല് ചെയ്തൊന്നിരിക്കണം. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട്, ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.